ധ്യാൻ ചേട്ടാ കഴിഞ്ഞ മാസം കണ്ടു ജിസേട്ടനെ. ആസിക്കയുടെ മോന്റെ ആദുവിന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. ജിസേട്ടന് ഞങ്ങൾ സംവിധാനം ഞങ്ങൾ ഒരുമിച്ചൊരു നമ്മൾ കുറെ വർഷം മുന്നേ ഒരു സിനിമ ഞാൻ ലവ് ആക്ഷന്റെ സമയത്ത് ഒരു കഥ കേട്ടിരുന്നു. അന്നത് വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് നമ്മളത് ചെയ്യാൻ പറ്റിയില്ല. ജിസേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലത്തെ സിനിമകളൊക്കെയാണ് ജിസേട്ടന്റെ ശബ്ദത്തില് മറ്റേ ഹാപ്പി ബണ്ണി അത് പറയണല്ലോ. ആര്യൻ 2007 നീ കുട്ടിയാണ്. ഞാൻ കുട്ടിയാ, ഞാനിപ്പോഴും. അല്ല ജിസേട്ടാ പ്ലീസ്, ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ വേണ്ടിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു ഡയലോഗ് പ്ലീസ്. പിന്നെന്താ, അതൊന്നും ഇത്ര റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ പറയുമ്പോ പോലെ അത് തന്നെ. എന്നടുത്ത് കഴിഞ്ഞ സാറ് പറഞ്ഞു ഈ അല്ലു അർജുന്റെ ശബ്ദം ഒന്ന് മിമിക്രി ചെയ്യാവോന്ന്. അല്ലുവിന്റെ ശബ്ദം ഞാൻ എങ്ങനെ മിമിക്രി ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ശബ്ദം. എന്നാലും ഒരു ഒറ്റ ഡയലോഗ് പറയാം. ഇപ്പൊ എവിടെ ചെന്നാലും പറയുന്ന ഡയലോഗാണ്. ഏറ്റവും പുതിയ പടത്തിന്റെ ആയതുകൊണ്ട്. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയറടാ. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. ധ്യാന്റെ കാര്യം പറഞ്ഞപ്പോഴേ ധ്യാനും വിനീതുമായിട്ടുള്ള സൗഹൃദത്തെക്കാൾ ഏറെ എനിക്ക് സൗഹൃദമുള്ള ഒരാള് ശ്രീനേട്ടനാണ്. കാരണം സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമ ഞാൻ ആസിഫിനോട് പറഞ്ഞിരുന്നു. ആസിഫെ, എല്ലാവർക്കും റീപ്ലേസ്മെന്റ് ഉണ്ട്. സൺഡേ ഹോളിഡേക്ക് സംവിധായകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്, ആസിഫ് അലിക്കുണ്ട്, ബാക്കി എല്ലാവർക്കും ഉണ്ട്, ലാൽ ജോസനുണ്ട്, ആശാ ശരത്തിനുണ്ട്. അതിൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരേ ഒരാൾ ശ്രീനേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ശരി ആസിഫെ? അപ്പൊ ഞങ്ങള് ഓർക്കുന്നുണ്ടോ ആ ദിവസം ഞാൻ ശ്രീനേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഈ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആസിഫിനോട് അളിയാ ഒന്ന് പ്രാർത്ഥിക്കണേ, പുള്ളി നോ പറയല്ലേ. കാരണം ആശുപത്രി കിടക്കുന്ന ലാൽ ജോസ് സാറിന്റെ കഥാപാത്രത്തിന്റെ അടുത്ത് യാതൊരു ഔചിത്യവും ഇല്ലാതെ വന്ന് കഥ പറഞ്ഞു, സിനിമയുടെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് കമ്മിറ്റ് ചെയ്യിക്കണം. ഇതാണ് ആ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഒരു സൺഡേ ആണ് കഥ നടക്കുന്നത്, അതുകൊണ്ടാണ് സൺഡേ ഹോളിഡേ എന്ന് പേര്. അപ്പൊ അത് അത്രയും പേടിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്ന് മുതലുള്ള ഒരു സൗഹൃദമാണ്. എന്റെ അടുത്ത് മൊത്തം കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ 2 മണിക്കൂർ എടുത്ത് സാമാന്യം മോശമായിട്ടാണ് ആ കഥ പറഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്കറിയാം ശ്രീനേട്ടൻ ഇമോട്ട് ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന ഒരു തമാശയ്ക്കും ശ്രീനേട്ടൻ ചിരിക്കുന്നില്ല, ശ്രീനിവാസ് ഒരു ഇമോഷനും തിരിച്ചു തരുന്നില്ല, ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി. വൈക്കത്തുള്ളൊരു വീട്ടിലിരുന്നാണ് ഞാൻ കഥ പറയുന്നത്. അപ്പൊ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രീനേട്ടൻ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തനിക്ക് എപ്പോഴാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സാർ അഭിനയിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ എന്റെ അടുത്ത് കഥ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്ത തന്നെ പിന്നത്തെ മാസം തുടങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഈ കഥ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. ഇഷ്ടമാവാതെ ഇത് ചെയ്യാന്ന് പറയാൻ താൻ എന്റെ അമ്മായിയുടെ മോനോ പെങ്ങളുടെ മോനോ വല്ലതും ആണോ? ഒരു കാര്യം കൂടെ ഉണ്ട്. 4 മണിക്കാണ് എന്നോട് വരാൻ പറഞ്ഞത്. ഞാനിങ്ങനെ പല തിരക്കുകൊണ്ട് ഓടിപ്പിടിച്ച് ഇവിടുന്ന് വൈക്കത്തെത്തി വീട് കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും 4:45 5 മണിയായി. ശ്രീനാട്ടനിരുന്ന് വേറൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുക ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ, ഒരു കായലോരത്തുള്ള മനോഹരമായ വീട്. അപ്പൊ ഞാൻ പേടിച്ച് കുറെ സോറി എല്ലാം പറഞ്ഞു ഇവിടെ ഇരുന്ന് ശ്രീനാട്ടൻ തിരിച്ച് മിണ്ടുന്നേ ഇല്ല, എന്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ പതറിയിരിക്കുക, ഒരു സിംഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീനേട്ട എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ പറഞ്ഞു ഞാൻ 4 മണിക്കായിരുന്നല്ലോ അപ്പോയിന്റ്മെന്റ്, അതൊക്കെ അറിയാമല്ലേ? ഞാൻ പറഞ്ഞു അതെ, എനിക്ക് കാലടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിങ്ങിന് താൻ പോകാൻ വൈകിക്കാണ്. അല്ല ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തി. അപ്പൊ എന്നടുത്ത് പറഞ്ഞു എടോ ഒരു ആളെടുത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും ലേറ്റ് ആവരുത്, തന്റെ തിരക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർക്കും തിരക്കുണ്ട്. ഓക്കെ കഴിഞ്ഞു, ഇനി എൻ്റെ ഉള്ളിൽ ദേഷ്യമില്ല, ഇനി അത് താൻ ആലോചിക്കണ്ട, കഥ ഫ്രഷായിട്ട് പറഞ്ഞോളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം. പിന്നീട് അത് കഴിഞ്ഞ് ചെയ്ത മോഹൻകുമാർ ഫാൻസിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിരുന്നു. പലപ്പോഴും വീട്ടിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ശ്രീനേട്ടൻ. എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യ സ്നേഹി, സാത്വികൻ. ജിസേട്ടാ ഇപ്പൊ എന്തായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഞാൻ എനിക്ക് ആസിഫിക്ക് ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയും അതിലെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫീൽ ഗുഡ് സിനിമകൾ, ബൈസൈക്കിൾ തീവ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഫീൽ ഗുഡ് സിനിമകളും നേരെ മറിച്ച് തലവൻ പോലത്തെ സിനിമകൾ, ഏതാണ് ജിസേട്ടന് കൂടുതൽ ഇഷ്ടമുള്ളത്? ഏറ്റവും കൂടുതൽ പേഴ്സണലി സത്യസന്ധമായിട്ട് പറയാൻ പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകളാണ്. കാരണം ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാനാണ് ഇവിടെ ആൾക്കാർ അധികം ഇല്ലാത്തത്. മറ്റേത് ത്രില്ലേഴ്സ് ചെയ്യാനോ
ആക്ഷൻ ചെയ്യാനോ ഹൊറർ ചെയ്യാനോ ഇഷ്ടംപോലെ സംവിധായകരുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമാണ്. എപ്പോഴും ആളുകൾക്ക് 100 കൂട്ടം ടെൻഷനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഒരു ലോഡ് ടെൻഷനുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. അപ്പോൾ അവർ അതെല്ലാം 2.5 മണിക്കൂർ അവരെ മറക്കാൻ സഹായിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. അതാണ് ആ അർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫീൽ ഗുഡ് സിനിമകളാണ്. ഓക്കെ, അപ്പൊ ഇനിയും അതുപോലത്തെ സിനിമകൾ ഞങ്ങൾക്ക് തരിക. തീർച്ചയായിട്ടും. ഓക്കെ.